Welcome to Orange Apple Motivational Masters. So, every was planning the things. The punishments has to be done. Punishments is punishment for a crime. The punishment is not punishment. See, എത്രത്തോളം നടക്കുന്നുണ്ട് ഇല്ല എന്നുള്ളത് വളരെ വിഷയം. ഇതൊരു നേച്ചറാണ്, ഇത് പ്രകൃതമാണ്. അതിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയത് അപ്പൊ നമ്മളുടേതായ ചോദ്യങ്ങളെല്ലാം ചിലപ്പോൾ പ്ലാനിങ് ഈസ് എ ആർട്ട്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ആർട്ട്. ഏതൊക്കെ ഏരിയയിലാണ് പ്ലാൻ? ഇപ്പൊ ആർട്ടിസ്റ്റ് ഇല്ലാത്ത ആളെ ആർട്ടിസ്റ്റിക്കലായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്ലാനിങ് ഏറ്റവും പ്ലാൻ. ഏത് ചെറിയ തരത്തിലുള്ള ആർട്ടിസ്റ്റിക്കലായിട്ടുള്ള പ്ലാനുകൾ ലൈഫ് പ്ലാൻ ചെയ്യാൻ പറ്റാതെ ആൾക്കാരുണ്ട്. ലൈഫ് ലേണിംഗ് ലെസൺസ് സീരീസിലൂടെ നമ്മൾ ചിലപ്പോൾ മോശമാക്കുന്നത് സ്ഥിരമായി നമുക്ക് സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ ഡിസ്കസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം പല കാര്യങ്ങളും പ്ലാൻഡ് ആയിട്ട് അത് പല ആളുകളുടെയും ലൈഫിൽ കാണുന്നുണ്ട്. അപ്പോ ജീവിതത്തിൽ ഒരു പർട്ടിക്കുലർ ദിവസം പർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്ത് അതിനുവേണ്ടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പർപ്പസ് ശ്രമിക്കാവുന്ന. പക്ഷെ പലപ്പോഴും അങ്ങനെയുള്ള അളവുകൾ പലപ്പോഴും പറയാം. യൂണിവേഴ്സൽ എനർജി ഒരിക്കലും മനുഷ്യന്റെ പ്രവർത്തികൾക്ക് പ്രശ്നങ്ങൾ പ്ലാനുകൾക്ക് വരാം. പല പ്ലാനുകളൊക്കെ സപ്പോർട്ട്. പക്ഷെ പലപ്പോഴും നല്ലൊരു പ്ലാൻ നമുക്ക് ഉണ്ടാകുന്നുള്ളത് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്ലാനിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ. പ്ലാൻ ഷോർട്ട് ആയിട്ടുള്ള പ്ലാനുകൾ, ലോങ് ആയിട്ടുള്ള പ്ലാനുകൾ, വിഷനോട് കൂടിയ പ്ലാനുകൾ, ഡബിളിന്റെ പ്ലാനുകൾ, കൺസീൽഡ് പ്ലാനുകൾ. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങും ഒരു പ്ലാനില്ല. പക്ഷെ ആ പ്ലാനിങ് എല്ലാ പ്ലാനിങ്ങും എല്ലാവരും കൺസീൽഡ് ആവാൻ റെഗിൽഡ് ആക്കണമെന്ന് അതിനെ നമുക്ക് പാലക്കാരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാനിങ് ആക്കാം. റഫ് പ്ലാനിങ് ആണ്. ഒരു ഹൈലി മൈക്രോ പ്ലാനിങ് ഉണ്ട്. മൈക്രോ പ്ലാനിങ് സെക്കൻഡ് ടു സെക്കൻഡ്. അപ്പൊ നമ്മൾ ഡോസ്മോസിസ് ട്രെയിനിങ് ക്ലബുകളിലൊക്കെ ട്രെയിനിങ്ങിനെ ട്രെയിനേഴ്സ് ട്രെയിനിങ് ക്ലബുകളുണ്ട്. അതൊക്കെ ശരിക്കും ട്രെയിനേഴ്സ് ട്രെയിനിങ് അല്ലെങ്കിൽ സ്പീക്കേഴ്സ് ട്രെയിനിങ് ക്ലബുകളാണ്. സമയം പഠിക്കാനുള്ള ഒരാളോട് എങ്ങനെ 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ 5 മിനിറ്റ് സംസാരിക്കാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്തൊക്കെ പോകുന്ന സമയം കൊണ്ട് പൊതുവെ നമ്മൾ കാണിക്കുന്ന ഒരു ശീലം ക്ലബ് 100 വർഷം പഴക്കമായിട്ട് വരുന്നതാണ്. അപ്പൊ 10,000-കണക്കിന് ക്ലബുകളുണ്ട്. 1000-200 അതൊക്കെ അവിടേക്ക് പോകുമ്പോൾ ഒരു പ്ലാനിങ് ആണ്. അതായത് 5 മിനിറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ 5 മിനിറ്റിനകത്ത് ഇന്ന സമയത്ത് ഇന്നത്, ഇന്ന സമയത്ത് ഇന്നത്, ഇന്ന സമയത്ത് ഇന്നത്, ഇത്ര ഇങ്ങനെ തന്നിരിക്കും. ഒരു ചെറിയൊരു ഷോർട്ട് പ്രോസസ് നടക്കുന്ന പ്ലാനിങ്ങിന്റെ മൈക്രോ പ്ലാനിങ്. ആ മൈക്രോ പ്ലാനിങ് അതേപോലെ ടൈം കാണിക്കുന്ന ആൾക്കാർ പച്ച, ഓറഞ്ച്, ചുവപ്പ് കാണിക്കുന്ന ആൾക്കാർ ഒക്കെ മൈക്രോ പ്ലാനിങ് ആണ്. മാക്രോ വലിയ പ്ലാനിങ്ങുകളല്ല. ചെറിയ സമയം കൊണ്ട് ഇത്ര സമയം കൊണ്ട് ഇവരെ പറയുന്ന പ്ലാനുകൾ. അപ്പം അങ്ങനെ കറക്റ്റായിട്ട് ഇപ്പൊ പ്ലാനിങ് എഞ്ചിനീയേഴ്സിന് നമ്മൾ കാണാം. ഈ പ്ലാനിങ് എഞ്ചിനീയേഴ്സും ചെയ്യാറുണ്ട് പലപ്പോഴും ഇപ്പോൾ മൈക്രോ ഡേറ്റ പ്ലാനിങ്. അപ്പോൾ അവർ ആക്ച്വലി എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടെന്ന് പ്ലാനിങ്. അപ്പോ ഇതും ഒരു ജീവിതത്തിന്റെ ഒരു അവസ്ഥ. പഠിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ ഇരിക്കണം, പഠിക്കാതെ പ്ലാൻ ചെയ്യുന്നത്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ആളുകൾ പലരും സിവിൽ പ്ലാനിങ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ പ്ലാനിങ്, പല ടൈപ്പ് ഓഫ് പ്ലാനിങ് ചെയ്യുന്നത്. ഇവരൊക്കെ പ്ലാനിങ്ങുകൾ പഠിച്ച് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഇതൊന്നും എഞ്ചിനീയറിംഗ് ആയിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അതൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിന്റെ വേവും ടേസ്റ്റും അതിന്റെ രുചി, അതിന്റെ മനോഹാരിത, അതിന്റെ ടെക്സ്ചർ, അതിന്റെ ഫ്ലേവർ എല്ലാം അതൊക്കെ പ്ലാൻഡ് ആണ്. അതായത് വെറുതെ അങ്ങനെ ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങനെ എന്താ പറയുക ഇടം പറഞ്ഞപ്പോ ഭൂതം എന്നൊക്കെ പറയും. അത്ര മനോഹരമായിട്ട് ഉണ്ടായില്ല. അതൊരു പ്ലാൻ ഉണ്ടല്ലോ. ഇത്ര ഇടണം, എത്ര പിടിക്കണം, ഇത്ര അങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സയൻസ് വലുതായി പഠിക്കാൻ സ്കൂളിൽ പോലും പോയിട്ടില്ലെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ആ ഭക്ഷണങ്ങളുടെ ടേസ്റ്റ് കിട്ടണം. അല്ലെങ്കിൽ ഓരോ വീട്ടമ്മമാരും ഉണ്ടാക്കുന്ന ഓരോ ഭക്ഷണത്തിനും ടേസ്റ്റ് ഒക്കെ സയന്റിഫിക്കലി പ്ലാനിങ് ചൂട് കൂടുതൽ ചെയ്യുമ്പോൾ
കൂടി തുടങ്ങാനുള്ള പുതിയ എല്ലാ So everything of the plan and every action need a plan and every performance need a practicing plan and every achievement is showcasing the plan and every success there is a prepared plan. ഇത് ഈ ഒരു പ്ലാൻ ഇല്ലാതെ നമ്മളുടെ മാനേജ്മെന്റുകൾ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോർ എക്സാമ്പിൾ മോട്ടിവേഷൻ മോഡ്സിന്റെ അറിവില്ലായ്മയാണ് നമ്മുടെ ശക്തി എന്ന ഏരിയയിൽ നിന്നും നമുക്ക് എന്തെല്ലാം വിഷയങ്ങളിൽ പ്ലാൻ തരണം. നമുക്ക് ബസ് കിട്ടാൻ വേണ്ടി, ട്രെയിൻ കിട്ടാൻ വേണ്ടി, നമ്മൾ ഓടിച്ചു പോകുന്ന വാഹനം കറക്റ്റ് സമയത്ത് എത്താൻ വേണ്ടി പോലും നമുക്ക് പ്ലാൻ ലഭിച്ചു. പലപ്പോഴും പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഓരോ സ്ഥലങ്ങളും ഓരോ രീതിയിലുള്ള പ്ലാനുകൾ വരുന്നത്. ഏത് പ്ലാനാണ് നമുക്ക് കുറവ്, ഏത് തരത്തിലുള്ള പ്ലാനാണ് നമ്മൾ ഇല്ലാത്തത്, എത്തരത്തിലുള്ള പ്ലാനുകളാണ് എങ്ങനെയാണ് ശരിയാക്കുന്നത്, ഷോർട്ട് പ്ലാനാണ്, ലോങ് പ്ലാനുകൾ, കൺസ്യൂമർ പ്ലാനുകൾ, ഹിസ്റ്ററി പ്ലാനുകൾ, അതല്ലെങ്കിൽ മൈക്രോ പ്ലാനുകൾ, അല്ലെങ്കിൽ റഫ് പ്ലാനുകൾ, ഫസ്റ്റ് പ്ലാനുകൾ, ഏത് പ്ലാനാണ് നമ്മൾ കുറവ് നമുക്ക് ഇനി വേണ്ടത് എന്നതിനെ കുറിച്ച് ആളുകൾ ചെയ്യും. പലപ്പോഴും പലപ്പോഴും ആലോചിക്കാറുണ്ട്, പല തരത്തിലുള്ള പ്ലാനുകൾ ഇന്ന് പലതും പലപ്പോഴും ഫെയിലിയർ ആയതാണ് ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഞങ്ങൾ വേണ്ടി വന്നിട്ടുള്ള വലിയ ചാലഞ്ചും. അപ്പോൾ ഒരു എഞ്ചിനീയർ പ്ലാൻ ചെയ്തിട്ട് അയാൾ സമ്പാദിക്കുന്നുണ്ട്. അതിനകത്ത് പല എഞ്ചിനീയറുടെ വീട് ജീവിതത്തിന് ഐഫോൺ ഒരു പക്ഷേ പ്ലാൻ കാണുന്നുണ്ട്. എഞ്ചിനീയേഴ്സ് ഏറ്റെടുക്കുന്ന ഒരു അസൈൻമെന്റ് കാശ് കിട്ടുന്ന ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വ്യത്യാസം. ഇത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നേരത്തെ പറഞ്ഞ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ചാരപ്പണിയായിട്ട് എടുക്കുകയാണെങ്കിൽ ശമ്പളം കിട്ടും. വെറുതെ നടക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് പരിപാടി എന്താ ദോഷം നമ്മൾ സ്വന്തമായിട്ട് അതിന്റെ മുകളിൽ നോൺ പ്രോഫിറ്റബിൾ ആക്ടിവിറ്റി ഉണ്ട്. എന്നതുപോലെ പ്ലാനിങ് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാ പ്ലാൻസ് ഉണ്ടാവും. മിക്കവയോ അവനവന്റെ മൂവ്മെന്റിന് വേണ്ടിയോ അവനവന്റെ റീച്ചിന് വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. സെക്കൻഡ് ടൈപ്പ്, ഏത് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിലും മറ്റുള്ളവരുടെ സേഫ്റ്റി, മറ്റുള്ളവർക്ക് സപ്പോർട്ട്, മറ്റുള്ളവരുടെ ഫ്യൂച്ചർ വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള ഫോം അല്ലെങ്കിൽ ഒരു പോരായ്മ ഇല്ലാതിരിക്കുന്ന മറ്റു ചലഞ്ചുകൾ പലപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആൾമോസ്റ്റ് 80-90% കാര്യം ഡിപ്പെൻഡിങ് ആണ് ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ഒറ്റയ്ക്ക് മാത്രം ചെയ്താൽ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ബിസിനസ് അച്ഛനും അമ്മയൊക്കെ പ്രത്യേക ആഘോഷ ദിവസങ്ങളിൽ മക്കൾക്ക് ഡ്രസ്സ് എടുത്തെടുക്കാൻ വേണ്ടി അവർ വെക്കാം, അവർ മക്കൾക്ക് എടുത്തെടുക്കണം. അപ്പൊ അതിന്റെ പ്ലാൻ എന്ന് വെച്ചാൽ അവരതിൽ പ്ലാൻ ചെയ്തു. അതിന്റെ എക്സിക്യൂട്ടീവും പ്ലാനിങ്ങും കുട്ടികളെ എല്ലാ ആളുകളും ഞാൻ ചില ആളുകളെ സംസാരിക്കാറുള്ള സമയത്ത് ഇത്ര കുട്ടികൾക്ക് ഇത്ര ഡ്രസ്സ് ചെയ്യുന്നത് അവരെ പറ്റി ചോദിക്കും. ഇങ്ങനെ വെച്ചാൽ ഇതാണ് ഇങ്ങനെയാണ് നിങ്ങൾ ഞങ്ങളെ വെച്ചിട്ട് വേറെ സമയത്താണ് അതൊക്കെ പ്ലാൻഡ് ആണ്. അത് നടത്തിയെടുക്കുന്നു. അതിന് വേണ്ടിയിട്ട് അവർ ട്രൈ ചെയ്ത് വർക്ക് ചെയ്യുന്നത് ഏറ്റവും രസകരമായിട്ട് ഒരുപാട് കണ്ടു. അതേപോലെ ഈ അലോക്കേഷൻസ്, ഇത്തരം പ്ലാനിങ് അലോക്കേഷൻസ് വരുന്ന സമയത്ത് ഇയർലി ഒരു പർട്ടിക്കുലർ ലേണിംഗ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനിങ് അലോക്കേഷൻസ് ഒക്കെ ഉണ്ട്. എല്ലാ വർഷവും എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി വരണം. കാരണം പഠനം വരെ ഇത് നിർത്താൻ പറ്റില്ല. ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ സമയവും ഓരോ ദിവസവും പഠിക്കണം. അത് എന്തെങ്കിലും പഠിച്ചേ പറ്റൂ. എന്തെങ്കിലും നേടിയിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം സ്പോയിന്റ് ആയെന്നുള്ളത് നോക്കാം. ചെയ്തൊരു ക്യാരക്ടർ ഡെവലപ്മെന്റിൽ പഠിക്കണം. കുറച്ച് ദേഷ്യം ചൂടാവുന്ന വളരെ റഫായ മോശമായ എന്തെങ്കിലും ഒരു ബിഹേവിയറിന്റെ മുമ്പിൽ നമ്മളങ്ങനെ അന്തം പകച്ചു നിന്ന് അതിൽ നിന്നൊരു ലേണിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ ഇറ്റ്സ് എ ക്യാരക്ടർ ബിൽഡിംഗ്. ഒരു ക്യാരക്ടർ ബിൽഡിംഗ് ഡേ, ഒരു ലേണിംഗ് സീരിയസ് ആയിട്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ പ്ലാനിങ് ഓരോ ലൈഫിലും വളരെ ദിവസം വരുമ്പോൾ പോകുന്നു. ലേൺ സംതിങ് വിത്ത് എ പ്ലാൻ. സോ മൈക്രോ ഓർ സോഫ്റ്റ് ഓർ അല്ലെങ്കിൽ റിവീൽഡ് ഓർ കൺസീൽഡ് വാട്ടെവർ ഇറ്റ് ഈസ്, എനി ടൈപ്പ് ഓഫ് പ്ലാനിങ്, ഏത് ടൈപ്പ് ഓഫ് പ്ലാനിങ് ആണ്, എവിടെയാണ് ഷോർട്ട് പ്ലേസ് നടക്കുന്നത്. ഇറ്റ്സ് എ ആർട്ട്. Everybody is doing this. She wants to be the best collaborator. God bless. Thank you so much. I love you all.